അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എല്ലാവരും അയച്ച കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ പലിശക്കടത്തിൽ അകപ്പെട്ടവരുണ്ട്. ഞാൻ ഇനി പറയുന്നത് പോലെ സൂറത്ത് യാസീൻ ഓതി നോക്കൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായി ഓതി നോക്കൂ. തീർച്ചയാണ് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇനി പറയുന്നത് പോലെ സൂറത്ത് യാസീൻ ഓതി നോക്കണം. സൂറത്ത് യാസീൻ 4 പ്രാവശ്യം ഓതണം. എങ്ങനെയെന്നല്ലേ, സലാമുൻ ഖൗലും മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോൾ 100 പ്രാവശ്യം ഓതണം. ശേഷം യാസീൻ ഓതി പൂർത്തിയാക്കണം. അങ്ങനെ ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് 4 യാസീൻ ഓതി പൂർത്തിയാക്കണം. ചില ഹൈറായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് കരുതി നാം വിഷമിച്ച് നടക്കുന്ന കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തഹജ്ജുദ് നമസ്കാരം നാം ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അന്യരുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാനോ അവരെ പറ്റി കുറ്റങ്ങൾ പറയാനോ പാടില്ല. പരദൂഷണം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക. എങ്കിൽ മാത്രമേ നാം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാം, എൻ്റെ ദുആ മാത്രം അള്ളാഹു സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. ഓർക്കുക, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. തൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരുവാൻ ശക്തിയുള്ള ഒരേ ഒരു ഇലാഹിൻ്റെ മുന്നിലേക്കാണ് ഞാൻ എൻ്റെ ആവശ്യം സമർപ്പിക്കുന്നത്. മറ്റൊരു ആശ്രയം തനിക്കില്ല എന്ന് മനസ്സിലുറപ്പിച്ച് താഴ്മയുടെ ശബ്ദത്തിൽ ദുആ ചെയ്യുക. ദുആ ചെയ്യുമ്പോൾ 3 തവണ പ്രധാന കാര്യം ആവർത്തിക്കുക. ഉദാഹരണം, എൻ്റെ വിവാഹം നടക്കാനാണെങ്കിൽ ആ കാര്യം 3 തവണ താഴ്മയുടെ രൂപത്തിൽ ആവർത്തിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നടത്തി തരുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ റബ്ബേ. അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ നാഥ. അല്ലാഹുവേ, വിവാഹം ശരിയാവാതെ മനസ്സ് വിഷമിച്ച് നീറി കഴിയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് റബ്ബേ. അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ഇണയെ നൽകി അനുഗ്രഹിക്കണേ നാഥ. അതുപോലെ പലിശ കടത്തിൽ അകപ്പെട്ട് ഉറക്കം നഷ്ടമായവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെ മനസ്സിൻ്റെ വിഷമം അറിയുന്ന നാഥ, ഹലാലായ മാർഗത്തിൽ അവരുടെ കടം വീടാനുള്ള വഴി തുറന്നു കൊടുക്കണേ റബ്ബേ. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നാഥ. അവർക്ക് നല്ല സന്താനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ തെറ്റായ വഴിക്ക് സഞ്ചരിക്കാനുള്ള മനസ്സ് കൊടുക്കല്ലേ റബ്ബേ. നിന്നെ വഴിപ്പെട്ടവനായി നിനക്ക് വേണ്ടി സുജൂദ് ചെയ്ത് ജീവിക്കാനുള്ള മനസ്സ് കൊടുക്കണേ നാഥ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, വലിയ രോഗങ്ങൾ വന്ന് 4 ചുമരുകൾക്കുള്ളിൽ മനസ്സ് നീറി വിഷമിച്ച് കഴിയുന്നവരുണ്ട് റബ്ബേ. ആരും ഒരു തുണയില്ലാതെ, ആരോരും സഹായത്തിനില്ലാതെ അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഇന്ന് പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളെയും അവരെയും നിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒത്തൊരുമിപ്പിക്കണേ നാഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.